കൈക്കൂലി കേസിൽ കുടുങ്ങി LDF പിന്തുണയിൽ ചെയർമാനായ സനീഷ് ജോർജ് രാജിവെച്ചതോടെ തൊടുപുഴ നഗരസഭയിലെ LDF ഭരണം തുലാസിൽ. 9ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാവും നഗരസഭാ ഭരണം ആർക്കെന്ന് തീരുമാനിക്കുക. ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ വീണ്ടും സനീഷ് ജോർജിന്റെ തീരുമാനം നിർണായകമാകും. ഒരു കൈക്കൂലി കേസ് തൊടുപുഴ നഗരസഭയുടെ ഭരണത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. UDF സ്വതന്ത്രനായി മത്സരിച്ച സനീഷ് ജോർജിനെയും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ജെസ്സി ജോണിനെയും തട്ടകത്തിലെത്തിച്ച് 15 അംഗങ്ങളുടെ പിൻബലത്തിലാണ് LDF തൊടുപുഴ നഗരസഭയിൽ അധികാരത്തിലേറിയത്. പിന്നാലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ജെസ്സി ജോണി അയോഗ്യയാക്കപ്പെട്ടു. ഇതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ഇതിനിടയിലാണ് കൈക്കൂലി കേസിലകപ്പെട്ട സനീഷ് ജോർജിന്റെ രാജി. നിലവിൽ നഗരസഭയിൽ LDF-ന് 13, UDF-ന് 12, BJP-ക്ക് 8, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 9ാം വാർഡിൽ UDF വിജയിച്ചാൽ കക്ഷിനില UDF-നും LDF-നും 13 എന്ന നിലയിലാകും. ഇങ്ങനെയെങ്കിൽ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട സ്ഥാനം ഒഴിയേണ്ടി വന്ന ചെയർമാൻ സനീഷ് ജോർജിന്റെ തീരുമാനം നിർണായകമാകും. മുൻതൂക്കമുള്ള വാർഡിൽ വിജയം ഉറപ്പിച്ചാണ് UDF ക്യാമ്പിന്റെ പ്രവർത്തനം. അങ്ങനെയെങ്കിൽ സനീഷ് ജോർജ് ആരെ പിന്തുണയ്ക്കുമെന്നുള്ളതും കണ്ടറിയണം. ജനം, ഇടുക്കി.